ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതുതായി അഡ്മിഷൻ എടുത്തവർക്കായാലും ഓൾറെഡി അഡ്മിഷൻ എടുത്തവർക്കായാലും ഒരുപാട് ഡൗട്ടുകൾ അസൈൻമെൻറ്റും സംബന്ധിച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് അതിനുള്ള ആൻസർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് അസൈൻമെൻറ്റ് എഴുതി ഒരു തവണ അസൈൻമെൻറ്റ് ഒരു സബ്ജക്റ്റിൻ്റെ എഴുതി അത് സബ്മിറ്റ് ചെയ്തു, എന്നാൽ ആ തവണ നമുക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല. ഇനി അടുത്ത തവണ എക്സാം എഴുതണമെങ്കിൽ ഇനി ആദ്യം പുതിയ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമുക്കുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒന്ന് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതായത് ഒരു തവണ മാത്രമേ നമുക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുള്ളൂ. അതിനുശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ടേംമെൻറ്റിന് അനുസരിച്ച് നമുക്ക് എക്സാം എഴുതാവുന്നതാണ്. ആ ഒരു അസൈൻമെൻറ്റ് റിജക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് വേറൊരു അസൈൻമെൻറ്റ് വെക്കേണ്ടതുള്ളൂ. അതുവരെ നമ്മുടെ ഒരു സബ്ജക്റ്റിന് ഒരു അസൈൻമെൻറ്റ് എന്ന രീതിയിലാണ് ഇഗ്നോയിൽ നിലവിലുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കോഴ്സിന് ഈ തവണ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വാലിഡ് ആയിട്ടുള്ള അസൈൻമെൻറ്റ് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക്